ഷാപ്പ് ലൈസൻസ് ലഭിക്കാൻ ക്രമക്കേട് നടത്തിയതിൽ അന്വേഷണം ശക്തമാക്കി എക്സൈസ്. വ്യാജരേഖ ചമച്ച് ലൈസൻസ് നേടിയ മൂവാറ്റുപുഴ പിറവം റേഞ്ചിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. മരിച്ചവരുടെ സമ്മതപത്രം വ്യാജമായി ഒപ്പിട്ട് നൽകിയതിൽ അവരുടെ വീടുകളിലെത്തി നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചു. ഒരു പന പോലുമില്ലാത്ത തോട്ടത്തിൽ 10 പന വീതം ചെത്തുന്നുവെന്ന വ്യാജ സമ്മതപത്രമാണ് ലൈസൻസിനായി ഷാപ്പുടമകൾ സമർപ്പിച്ചത്. പരിശോധനകൾ കൂടാതെ അപേക്ഷ പരിഗണിക്കുകയും ലൈസൻസ് അനുവദിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. വിശദമായ റിപ്പോർട്ട് ഉടൻ എക്സൈസ് കമ്മീഷണർക്ക് സമർപ്പിക്കും. ശരൺ ചേരുന്നു. ശരൺ, വിശദമായി തന്നെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ വാർത്തകൾ നൽകിയിരുന്നതാണ്. അതിൽ എക്സൈസ് മന്ത്രി അന്ന് നൽകിയ ഉറപ്പ് ഓർമ്മയുണ്ട്. ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. അത് ആ നടപടികളിലേക്ക് എത്രത്തോളം കടന്നിട്ടുണ്ട്? ഇനിയിപ്പോൾ എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം? റോഷ്നി, മരിച്ചവരുടെ വ്യാജ സത്യവാങ്മൂലം അല്ലെങ്കിൽ വ്യാജ ഇത് തയ്യാറാക്കി സമ്മതപത്രം വ്യാജമായി ഒപ്പിട്ട് നൽകിയാണ് ഈ ഒരു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഈ തട്ടിപ്പ് സംബന്ധിച്ച് നമ്മൾ വിശദമായ പരമ്പര തന്നെ തയ്യാറാക്കിയിരുന്നതാണ്, അത് സംപ്രേഷണം ചെയ്തിരുന്നതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് എക്സൈസ് മന്ത്രി എം ലിജുവിന്റെ ഇടപെടലുണ്ടാകുന്നത്. കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. അത് പ്രകാരമാണ് ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നത്. ഈ മൂവാറ്റുപുഴ പിറവം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധനകൾ നടക്കുന്നത്. അവിടെ വീടുകളിലേക്ക് എത്തി എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നത് സംബന്ധിച്ച് വിശദമായി തന്നെ അവർ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ആ വിവരശേഖരണം പൂർത്തിയാകുന്ന മുറയ്ക്കാകും റിപ്പോർട്ട് സമർപ്പിക്കുക. അങ്ങനെ റിപ്പോർട്ട് നൽകുന്നതിനെ തുടർന്ന് കർശന നടപടി ഉണ്ടാകുമെന്നുള്ളത് കൂടിയാണ് നേരത്തെ എക്സൈസ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഉള്ളത്. നമുക്കറിയാം, ഒരു പന പോലും ഇല്ലാത്ത തോട്ടത്തിൽ 10 പന വീതം ചെത്തി എന്ന് കാണിച്ചുകൊണ്ട് കൂടിയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ഒന്നും തന്നെ വിശദമായി പരിശോധിക്കാതെയാണ് തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായ കാര്യമാണ് നമ്മൾ നേരത്തെ പുറത്തുവിടുകയും ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ വാർത്ത ഇപ്പോൾ എക്സൈസ് വകുപ്പിന് മുന്നിലുണ്ട്. അതിൽ കൃത്യമായ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇതിന് പുറമെയാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ എക്സൈസ് മന്ത്രിക്ക് കൈമാറാനുള്ള ശ്രമത്തിൽ എക്സൈസ് കമ്മീഷണർ ഉള്ളത്. ഉടൻ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ഈ റിപ്പോർട്ട് എക്സൈസ് കമ്മീഷണർക്ക് കൈമാറുകയും അതിനുശേഷമായിരിക്കും മന്ത്രിയുടെ പക്കലേക്ക് ഈ റിപ്പോർട്ട് എത്തുകയും ചെയ്യുക. അതിനുശേഷം കർശന നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരനാണ് വിശദാംശങ്ങൾ നൽകിയത്.